ഹായ് ഫ്രണ്ട്സ്. നമ്മൾ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് BEd കഴിഞ്ഞ് PG കഴിഞ്ഞു നെറ്റിട്ട് സെറ്റിട്ട് എല്ലാം കിട്ടിയിട്ടും ഇപ്പോഴും ജോലി ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ BEd എന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇനി വരുന്ന കുട്ടികൾക്ക് BEd എന്നുള്ള ഒരു ഓപ്ഷൻ എന്താണ് നല്ലതാണോ അതോ ഗുഡാണോ ബാഡാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ടീച്ചിങ് മേഖല എന്ന് പറയുന്നത് ഏറ്റവും എന്താണ് എല്ലാ ജോലികൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. BEd എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ വിചാരിക്കുക ടീച്ചിങ് എന്ന് പറയുന്നത് ഏറ്റവും സുഖമായിട്ട് കിട്ടുന്ന ഒരു ജോബാണെന്ന്. പക്ഷെ അതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. നമ്മളൊരു ടീച്ചറായിട്ട് സൊസൈറ്റിയിൽ ഇറങ്ങണമെങ്കിൽ അത് നമ്മൾ ഡിഗ്രി എടുത്തിട്ട് PG എടുക്കണം, PG എടുത്തിട്ട് BEd എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് എക്സാംസ് ക്വാളിഫൈ ചെയ്യണം ഒരു ടീച്ചിങ് പൊസിഷനിൽ കയറണമെങ്കിൽ. കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, അങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട്. അതൊക്കെ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ആസ് എ ടീച്ചർ ഒരു ടീച്ചർ എന്നുള്ള പൊസിഷൻ അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ BEdനൊക്കെ ഒരുപാട് പേര് BEd പഠിച്ചിട്ടൊന്നും കാര്യമില്ല, അപ്പോഴും പഠിച്ച് ജോലി ഇല്ലാത്ത ഒരുപാട് പേര് അലഞ്ഞ് നടക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സിന് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ലൊരു ജോബാണ് ടീച്ചിങ് ജോബ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതൊക്കെ സബ്ജക്റ്റിലാണ് ഇപ്പോഴും പഠിച്ചിട്ടൊന്നും ജോലിയൊന്നും കിട്ടാതെ നടക്കുന്നവർ, ഏതൊക്കെ സബ്ജക്റ്റിനകത്ത് അത്രയും ബുദ്ധിമുട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊരു BEd സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടീച്ചിങ് പൊസിഷൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ചാനൽ കൂടിയാണ്.